Vote for Joel. Vote for Joel. Vote for Joel. എന്താ ഇവിടെ നടക്കുന്നത്? അതെ, നമ്മുടെ ക്ലാസ്സിലെ ജോയൽ എന്ത് ചെയ്യാണ്? സ്കൂൾ ലീഡർ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പോവുകയാണ്. വരുന്ന ഇലക്ഷനിലെ സ്കൂൾ ലീഡർ സ്ഥാനത്തേക്ക് ആരാണ് മത്സരിക്കുന്നത്? നമ്മുടെ ജോയൽ, നമ്മുടെ സ്വന്തം ജോയൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ജോയലിന് ഈ ഇലക്ഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ ഡോമിനേറ്റ് നിൽക്കണ എന്തൊക്കെ ഘടകങ്ങളിലൂടെയാണ് പോകേണ്ടത്? ഏതൊക്കെ സ്റ്റേജസിലൂടെയാണ് പോകേണ്ടത് നിങ്ങൾക്ക് അറിയാവോ? നമുക്ക് നോക്കിയാലോ. നമുക്ക് നോക്കാം വേരിയസ് സ്റ്റേജസ് ഓഫ് എലക്ഷൻ. ഓക്കെ, ജോയലിന് എലക്ഷന് നിൽക്കണമെങ്കിൽ ഏതൊക്കെ സ്റ്റേജിലൂടെ പോകണമെന്നാണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും റെഡി ആണോ? ഫുൾ കട്ട സപ്പോർട്ട് കൊടുക്കുക നമ്മുടെ ജോയലിന്. കട്ട സപ്പോർട്ട് കൊടുക്കാൻ റെഡി ആണെങ്കിൽ താഴെ കമന്റ് ചെയ്തേ വോട്ട് ഫോർ ജോയൽ എന്ന് കമന്റ് ചെയ്തേ. റെഡി? യെസ്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ജോയലിനെ പരിചയപ്പെടണ്ടേ? യെസ്, നമ്മുടെ ക്ലാസ് ലീഡർ ജോയൽ ഇവിടെ ഉണ്ട്. എന്ത് ചെയ്യാൻ പോവാണ്? നമ്മുടെ സ്കൂൾ ലീഡർ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പോവാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ജോയൽ. റെഡി? യെസ്. അപ്പൊ എന്താണ് പേര്? ജോയൽ. ജോയലിന് എത്ര വയസ്സായി എന്ന് അറിയാവോ? യെസ്, 12 വയസ്സ്. ഓക്കെ, ഏത് സ്ഥാനത്തേക്കാണ് മത്സരിക്കുന്നത്? സ്കൂൾ ലീഡർ. റെഡി? അപ്പൊ ഏതൊക്കെ സ്റ്റേജിലൂടെ പോയിട്ടാണ് നമ്മുടെ ജോയൽ സ്കൂൾ ലീഡർ ആവുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഫസ്റ്റത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, നമ്മുടെ ഇലക്ഷൻ വരാൻ പോകുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ പ്രിൻസിപ്പളും ടീച്ചേഴ്സും എല്ലാവരും കൂടിയിട്ട് എന്ത് ചെയ്യാണ് ചെയ്യുക? ദ അപ്പോയിന്റ്മെന്റ് ഓഫ് ഇലക്ഷൻ ഓഫീസേഴ്സ്, തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കൽ. ഓക്കെ, ആദ്യത്തെ ഘടകം എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു തിരഞ്ഞെടുപ്പിലുള്ള ഓഫീസേഴ്സിനെ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ ഇലക്ഷൻ നടക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് ഇലക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവരും കൂടി നമ്മുടെ ഇലക്ഷൻ ഓഫീസേഴ്സിനെ അപ്പോയിന്റ് ചെയ്യും, നിയമിക്കും. അപ്പൊ ഇതാണ് ഫസ്റ്റത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. റെഡി? ക്ലിയർ ആണോ? ഫസ്റ്റത്തെ സ്റ്റേജ് എന്താണ്? യെസ്, നമ്മുടെ ഇലക്ഷൻ ഓഫീസേഴ്സിനെ നമ്മുടെ ഇലക്ഷൻ സ്മൂത്ത് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് നിയമിക്കൽ. ഓക്കെ, റെഡി ആണോ? യെസ്. എന്നിട്ട് എന്ത് ചെയ്യും? രണ്ടാമത്തെ ഘടകത്തില് ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ, തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം. ഓഫീസിൽ നിന്ന് എന്ത് വരികയാണ്? ഒരു അനൗൺസ്മെന്റ് വരികയാണ്. ഹലോ എവ്രി വൺ, ഒരു അനൗൺസ്മെന്റ് ഉണ്ട്. നമ്മുടെ 2024-25 ഇലക്ഷൻ ഉടനെ വരാൻ പോവുകയാണ്. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് ഇരിക്കാന്നൊക്കെ പറഞ്ഞ ഒരു അനൗൺസ്മെന്റ് വരും അല്ലെ? എവിടെ നിന്നിട്ട്? നമ്മുടെ ഓഫീസിൽ നിന്നിട്ട്. അപ്പൊ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ ആണ്, തിരഞ്ഞെടുപ്പ് വിജ്ഞാപനമാണ് അല്ലെ? എല്ലാവരെയും അറിയിക്കും എന്ത്? ഒരു ഇലക്ഷൻ വരാൻ പോവുകയാണ്. അപ്പൊ എല്ലാവരും വോട്ട് ചെയ്യാനൊക്കെ റെഡി ആയിട്ടിരിക്കുക. സ്ഥാനാർത്ഥികളൊക്കെ നമ്മുടെ ഈ ഒരു ഇലക്ഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുക എന്നുള്ള ഒരു അലേർട്ട് വരികയാണ് അല്ലേ ചെയ്യുന്നത്. റെഡി? രണ്ടാമത്തെ സ്റ്റേജ് ക്ലിയർ ആണോ? യെസ്. പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? മൂന്നാമത്തെ ഘടകത്തിൽ നമ്മുടെ ജോയൽ എന്ത് ചെയ്യും? സബ്മിഷൻ ഓഫ് നോമിനേഷന് ഓഫീസിൽ പോയിട്ട് ഇങ്ങനെ അങ്ങ് കൊടുക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ജോയലിന്റെ എല്ലാ ഡീറ്റെയിൽസും അടങ്ങിയിട്ടുള്ള ക്ലാസ്സും വയസ്സും ഒക്കെ അടങ്ങിയിട്ടുള്ള ഡോക്യുമെന്റ്സ് എവിടെ കൊടുക്കും? യെസ്, നോമിനേഷനിലെ രീതിയിൽ എവിടെയാണ്? നമ്മുടെ ഓഫീസിൽ പോയിട്ട് കൊടുക്കുകയാണല്ലേ ചെയ്യുക. യെസ്, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ. നമ്മുടെ ഉദ്യോഗസ്ഥരെടുത്ത് പോയിട്ട് എന്ത് ചെയ്യും? നോമിനേഷന് സമർപ്പിക്കും. റെഡി? യെസ്. നാലാമത്തെ സ്റ്റേജ് എന്താണ്? എന്നിട്ട് അവരെന്ത് ചെയ്യും? ഈ ഓഫീസേഴ്സ് എല്ലാവരോടും കൂടി പത്രിക സൂക്ഷ്മ പരിശോധന നടത്തും. സ്ക്രൂട്ടിനി ഓഫ് നോമിനേഷൻ. യെസ്, നല്ലതുപോലെ നോക്കും. ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആണോ? ഏത് ക്ലാസ്സിലാണ്? എത്ര വയസ്സായിട്ടുണ്ട്? ഏത് സ്ഥാനത്തേക്കാണ് നിൽക്കുന്നത്? മറ്റുള്ള സ്കൂളിൽ പഠിക്കുന്നുണ്ടോ? ആ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. അപ്പൊ ഏതാണ് അടുത്ത നാലാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്? സ്ക്രൂട്ടിനി ഓഫ് നോമിനേഷൻ, പത്രിക സൂക്ഷ്മ പരിശോധനയാണ്. ഇനി നോക്കി അഞ്ചാമത്തെ സ്റ്റേജിൽ എന്ത് ചെയ്യാണ്? നമ്മുടെ ജോയലിന്, ഓക്കെ, ഇതാണ് നമ്മുടെ ജോയലിനെതിരായിട്ട് മത്സരിക്കാൻ ആര് വന്നിരുന്നു? റാണിമോള് വന്നിരുന്നു. ഓക്കെ, റാണിമോള് വന്നിരുന്നു. പെട്ടെന്ന് റാണിമോൾക്ക് തോന്നുക എനിക്ക് വയ്യ ഇലക്ഷനൊന്നും മത്സരിക്കാൻ. അപ്പൊ എന്ത് ചെയ്യും റാണിമോൾ വിഡ്രോ ചെയ്യും എന്ത്? നോമിനേഷൻ. ഓക്കെ, ഒരു സമർപ്പിച്ച നോമിനേഷന്
പിൻവലിക്കും. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കലാണ് അഞ്ചാമത്തെ സ്റ്റേജ്, അഞ്ചാമത്തെ ഘടകം എന്ന് പറയുന്നത്. റെഡിയാണോ? റെഡി? യെസ്. ഇനി അടുത്ത സ്റ്റേജ് എന്താണെന്ന് നോക്കിയേ. എലക്ഷൻ ക്യാമ്പയിൻ, തിരഞ്ഞെടുപ്പ് പ്രചരണം. നമ്മുടെ ജോയലിനെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക എന്ന് പറഞ്ഞ് നമ്മുടെ ക്ലാസ്സിൽ എല്ലാവരും ഇറങ്ങില്ലേ? യെസ്, ഇതാണ് നമ്മൾ എന്ത് പറയുന്നത്? തിരഞ്ഞെടുപ്പ് പ്രചരണം എന്ന് പറയുന്നത്. ഇലക്ഷൻ ക്യാമ്പയിന് പോയില്ല, എല്ലാവരും പോകും. നമ്മുടെ ജോയലിന് വോട്ട് ചെയ്യണം, നിങ്ങൾ വിജയിപ്പിക്കണം. ജോയലിന് വോട്ട് ചെയ്താൽ അവൻ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സ്കൂളിന് വേണ്ടിയിട്ട് ചെയ്യും. നമുക്ക് നല്ല കുടിവെള്ളം നൽകും, നമുക്ക് കൂടുതൽ ടൈം കളിക്കാനുള്ള പീരീഡ് തരും, അതേപോലെ എക്സാംസ് ഒക്കെ കുറയ്ക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, നമ്മൾ അങ്ങ് വീശൂല്ലേ? നമ്മൾ കുറച്ചങ്ങ് തള്ളി മറിച്ചിട്ട് പറയും ഇത്രയും കാര്യങ്ങളൊക്കെ ജോയലിന് ചെയ്യിപ്പിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണെന്ന്. ഓക്കെ, അപ്പൊ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യും, ക്യാമ്പയിനിങ്ങിൽ പോലെ ഒരു കൂട്ടം ആളുകൾ പോയിട്ട് ജോയലിന്റെ സപ്പോർട്ടേഴ്സ് പോയിട്ട് എന്ത് ചെയ്യും, വോട്ട് ഫോർ ജോയൽ എന്ന് പറഞ്ഞു പോയില്ലേ? യെസ്. അപ്പൊ അടുത്ത ഘടകമാണ് എലക്ഷൻ ക്യാമ്പയിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താ നോക്കിയേ, പോളിംഗ്. അങ്ങനെ എന്തെത്തി, നമ്മുടെ ഇലക്ഷൻ ഡേ എത്തിയിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെല്ലാവരും ഇങ്ങനെ വരിയൊക്കെ നിന്ന് എല്ലാ നിയമങ്ങളും പാലിച്ചിട്ട് നമ്മുടെ ബൂത്തിലേക്ക് പോവും. അവിടെ പോയിട്ട് വോട്ട് ചെയ്യും അല്ലെ? പ്രസ് ചെയ്തിട്ട് നമ്മുടെ സ്കൂൾ ലീഡർ ജോയൽ എന്നുള്ള ബട്ടണിൽ പോയി പ്രസ് ചെയ്യും. എന്നിട്ട് എന്ത് തരും, ടീച്ചേഴ്സ് നമുക്ക് ഇവിടെ ഒരു നീലമഷി പുരട്ടി തരൂല്ലേ? ഒരു നീലമഷി, നമ്മൾ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു അടയാളത്തിന് വേണ്ടി ഒരു നീലമഷി നമുക്ക് ഇവിടെ ആക്കി തരും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്യും. അതാണ് അടുത്ത സ്റ്റേജ്, പോളിംഗ്, വോട്ടെടുപ്പ്. റെഡി? പിന്നീടാണ് എന്ത്, വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും, കൗണ്ടിങ് ഓഫ് വോട്ട്സ് ആൻഡ് ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട്. ഓക്കെ, ഇതാണല്ലേ നമ്മുടെ നെഞ്ചിടിക്കുന്ന സമയം എന്ന് പറയുന്നത്. ആര് ജയിക്കും, ഈ ഒരു എലക്ഷൻ ആരാണ് ജയിക്കാൻ പോകുന്നതെന്ന് നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സമയമാണ് ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട് എന്ന് പറയുന്നത്, അവസാന ഘടകം ഓഫ് ദ എലക്ഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്യാണ്, ആരായിരിക്കും ജയിക്കുക? നിങ്ങൾക്ക് ആരാ ജയിക്കാന്ന് തോന്നുന്നത്? അതേ, നമ്മുടെ ജോയൽ തന്നെ ജയിച്ചിരിക്കുകയാണ്. ഈ ഒരു ഇലക്ഷനിൽ ആര് ജയിച്ചു? ജോയൽ തന്നെ ജയിച്ചിരിക്കുകയാണ്. ഇതാണ് അവസാനത്തെ ഘടകം എന്ന് പറയുന്നത്. ഫൈനലി ജോയൽ എന്ത് ചെയ്തു, നമ്മുടെ സ്കൂൾ ലീഡർ ആയിട്ട് മാറുകയാണ് ചെയ്തത്. റെഡി? യെസ്. ജോയൽ കണ്ടില്ലേ? യെസ്, പടകൊക്കെ പൊട്ടി അടിപൊളിയായിട്ടിരിക്കുകയാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു സ്റ്റേജസ് ഓഫ് എലക്ഷൻ പഠിക്കാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആണോ മക്കൾക്ക്? ക്ലിയർ ആണോ? ജോയൽ എങ്ങനെയാണ് ഇലക്ഷന് നിന്നത്, ലാസ്റ്റ് വരെ ഏതൊക്കെ ഘടകങ്ങളിലൂടെ ഏതൊക്കെ സ്റ്റേജിലൂടെയാണ് പോയതെന്ന് ക്ലിയർ ആണോ? ഒന്നുകൂടെ നമുക്കൊന്ന് റിവൈസ് ചെയ്താലോ? റെഡി? യെസ്. അപ്പൊ ആദ്യത്തെ ഘടകം എന്ന് പറയുന്നത് എന്താണ്? അപ്പോയിന്റ്മെന്റ് ഓഫ് ഇലക്ഷൻ ഓഫീസേഴ്സ്, തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കൽ. ഓക്കെ, അപ്പൊ ഈ ഒരു തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥരെ ഒക്കെ നിയമിക്കും അല്ലെ? ഓഫീസേഴ്സിനെ നിയമിക്കും. അവരെന്ത് ചെയ്യണം, എല്ലാം നല്ല രീതിയിൽ നിയമങ്ങളൊക്കെ അനുസരിച്ച് പാലിച്ചുകൊണ്ട് നടത്തണം. രണ്ടാമത്തെ ഘടകം ഇതാണ്, ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ, തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം, അനൗൺസ്മെന്റ് വരും. യെസ്, ഈ ഒരു 2024-25 ഇലക്ഷൻ വരാൻ പോവുകയാണെന്ന് നമ്മളെ ജനങ്ങളിലേക്ക് ഒരു ന്യൂസ് എത്താണ് ചെയ്യുന്നത്. മൂന്നാമത്തത് സബ്മിഷൻ ഓഫ് നോമിനേഷൻ, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ. എന്ത് ചെയ്യും, സ്ഥാനാർത്ഥികള് ഓഫീസേഴ്സിന്റെ അടുത്ത് പോയിട്ട് അവരുടെ നോമിനേഷന് സബ്മിറ്റ് ചെയ്യും. അവർക്ക് മത്സരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഫോം ഫിൽ ചെയ്ത് കൊടുക്കും. നാലാമത്തത് സ്ക്രൂട്ടിനി ഓഫ് നോമിനേഷൻ, പത്രിക സൂക്ഷ്മ പരിശോധന. ഓക്കെ, എന്നിട്ട് അവരെന്ത് ചെയ്യും, ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണോ, ഇവർ പറഞ്ഞ ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യും. അടുത്ത ഘടകം ഏതാണ്? വിത്ഡ്രോവൽ ഓഫ് നോമിനേഷൻ, നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ. ആർക്കെങ്കിലും പിന്മാറണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഒരു സ്റ്റേജിൽ വിത്ഡ്രോ ചെയ്യണം, അവർക്ക് മത്സരിക്കേണ്ട എന്നുള്ള തീരുമാനം എടുക്കണം. അടുത്തത് നോക്കിയേ, ഇലക്ഷൻ ക്യാമ്പയിൻ, തിരഞ്ഞെടുപ്പ് പ്രചരണം അല്ലേ? ജനങ്ങളിലേക്ക് പോവാണ് ചെയ്യുന്നത്. എന്തിനാ, എനിക്ക് വോട്ട് ചെയ്യണം, എനിക്ക് വോട്ട് ചെയ്താല് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞ് കുറേ വാഗ്ദാനങ്ങളൊക്കെ തന്നിട്ട് ഇലക്ഷൻ ക്യാമ്പയിനിൽ ഒരു കൂട്ടം ആളുകൾ പോയില്ലേ നമ്മുടെ സ്ഥാനാർത്ഥിയുടെ കൂടെ? നിങ്ങൾ കാണാറില്ലേ നിങ്ങളുടെ ഏരിയയിലൊക്കെ? യെസ്. അടുത്തത് നോക്കിയേ, പോളിംഗ്, വോട്ടെടുപ്പാണ്. ഏഴാമത്തെ ഘടകം എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ എന്ത് ചെയ്യും, നമ്മളെല്ലാവരും ഇലക്ഷൻ ബൂത്ത് പോയിട്ട് അവിടെ നമുക്ക് വേണ്ടിയ സ്ഥാനാർത്ഥിയെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ചൂസ് ചെയ്യും അല്ലെ? നമ്മൾ നമ്മുടെ വോട്ട് രേഖപ്പെടുത്തുകയാണ് പോളിംഗ് സ്റ്റേജിൽ ചെയ്യുന്നത്. അവസാനത്തെ ഘടകം എന്ന് പറയുന്നത് കൗണ്ടിങ് ഓഫ് വോട്ട്സ് ആൻഡ് ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട്. ഓക്കെ, അങ്ങനെ ലാസ്റ്റ് മൊമെന്റ് എത്തിയിരിക്കുകയാണ്. ഈ വോട്ട് എണ്ണലും ആര് ജയിക്കുമെന്നുള്ള
ഫലപ്രഖ്യാപനവും. റെഡി? സോ ബൈ ദിസ് നമ്മുടെ ഇലക്ഷന്റെ 8 സ്റ്റേജുകളും നമ്മൾ പഠിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ജോയൽ എന്ത് ചെയ്തു? നമ്മുടെ സ്കൂൾ ലീഡർ ആയിട്ട് മാറുകയും ചെയ്തു. റെഡി? സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ ഇസ് ക്ലിയർ ഫോർ യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മക്കൾ പറയാ. നിങ്ങൾക്ക് ഇഷ്ടമായി, നമ്മുടെ ജോയലിന് കട്ട സപ്പോർട്ടാണ്, ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ഓക്കെ ദെൻ ബൈ, താങ്ക് യു.